MCA കഴിഞ്ഞ രാത്രിയിലും ഇറാന്റെ ഭാഗത്തുമുള്ള ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ തുടർന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ സൗദിയിലടക്കം ഏതൊക്കെ രാജ്യങ്ങളിലാണ് പിന്നിട്ട മണിക്കൂറുകളിൽ കാര്യമായ ആക്രമണങ്ങൾ ഉണ്ടായത്, എല്ലാം വിജയകരമായി പ്രതിരോധിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇറാന്റെ ഈ രീതിയിലുള്ള ആക്രമണം എത്ര നാൾ തുടരും, അതിന് GCC രാജ്യങ്ങളുടെ ഒരു മറുപടിയോ അല്ലെങ്കിൽ അവരുടെ നീക്കമോ ഇപ്പോൾ സമാധാനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളോ ഒക്കെ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ഖത്തർ, സൗദി അറേബ്യ ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള പല തവണ ആക്രമണം ഇന്നലെ രാത്രിയും ഇന്ന് വെളുപ്പിനും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എല്ലാ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ ഇക്കുറിയും സൗദി അറേബ്യക്കും ഖത്തറിനും സാധിച്ചിട്ടുണ്ട്. ദുബൈ അന്താരാഷ്ട്ര എയർപോർട്ടിന് നേരെ ആക്രമണം നടന്നതായിട്ടുള്ള വാർത്ത അധികൃതർ നിഷേധിച്ചിരിക്കുകയാണ്. അത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല. തങ്ങൾ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി സജ്ജമാണ് എന്ന് എല്ലാ ഗൾഫ് രാജ്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇനിയെങ്കിലും വിവേകപൂർണമായിട്ടുള്ളൊരു നീക്കത്തിലേക്ക് ഇറാൻ വരണം. ഇനിയും ഈ വിധ്വംസകമായിട്ടുള്ള പ്രതിരോധപരമായിട്ടുള്ള നടപടികളിൽ നിന്ന് ഇറാൻ വിട്ടുനിൽക്കണമെന്ന് ഖത്തർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കാരണം ഈ ആക്രമണം തുടരുന്നത് തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ശക്തമായിട്ടുള്ള ഒരു കടന്നുകയറ്റമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് അയൽപ്പക്ക ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും അതോടൊപ്പം തന്നെ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടിയാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം വ്യാപിപ്പിക്കുന്നത്. ഇത് തികച്ചും വിവേകശൂന്യമായിട്ടുള്ളൊരു നടപടിയാണെന്നും ഖത്തർ ഉൾപ്പെടെയുള്ള വിവിധ ഗൾഫ് രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസം ആശയവിനിമയം നടത്തിയ ഗൾഫ് രാജ്യങ്ങളും ഇക്കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം തങ്ങൾ ഈ യുദ്ധത്തിൽ ഒരു നിലക്കും പ്രത്യക്ഷത്തിൽ പങ്കാളിത്തം വഹിക്കുകയില്ല എന്ന് കൃത്യമായിട്ടുള്ള നിലപാട് നേരത്തെ മുതൽ തന്നെ കൈക്കൊണ്ടതാണ്. പക്ഷെ അത് ഉൾക്കൊള്ളാനോ അതിന്റെ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങളെ കാണാനോ ഇനിയും ഇറാൻ നേതൃത്വം തയ്യാറായിട്ടില്ല. ഇത് വളരെ പ്രതിഷേധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് കൂടി ഗൾഫ് രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ പ്രശ്നം നീണ്ടുപോകുന്നത്, സംഘർഷം വ്യാപിക്കുന്നത് വലിയ സ്വഭാവത്തിലുള്ള പ്രത്യാഘാതങ്ങൾ മേഖലയിലും ലോക സമ്പദ്ഘടനയിലും ഉണ്ടാക്കും. അതുകൊണ്ട് അന്തർദേശീയ സമൂഹം കുറെ കൂടി ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രതിസന്ധി തീർക്കാനുള്ള നയതന്ത്ര പ്രശ്നപരിഹാരം ഉണ്ടാക്കണം. അതിന് സൈനികമായിട്ടുള്ള നീക്കങ്ങൾ ഒരു നിലക്കും ഗുണകരമല്ല എന്ന ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് ഗൾഫ് രാജ്യങ്ങൾ വിലയിരുത്തുന്നതും. അതുമാത്രമല്ല, അക്കാര്യത്തിനു വേണ്ടിയാണ് നിരവധി രാജ്യങ്ങളോട് ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ ചൈന, തുർക്കി ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ചില മധ്യസ്ഥ നീക്കങ്ങൾ, ചില ഫോർമുലകൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതൊക്കെയും നിരാകരിച്ചുകൊണ്ട് ഈ ആക്രമണവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കീഴടങ്ങൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇപ്പോൾ അല്പം മുമ്പ് വൈറ്റ് ഹൗസിന്റെ പ്രതിനിധിയെ ഉദ്ധരിച്ചുകൊണ്ട് ഫോക്സ് ന്യൂസ് നൽകിയ റിപ്പോർട്ട് പ്രകാരം തങ്ങൾ ഇപ്പോൾ നിലവിലുള്ള ഈ പ്രതിസന്ധി, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള പ്രതിസന്ധി തങ്ങൾ കാര്യമാക്കുന്നില്ല. കാരണം ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് എണ്ണ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ പ്രതിസന്ധിയെ വലിയ ഗൗരവത്തിൽ തങ്ങൾ എടുക്കുന്നില്ല എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമാണ് വൈറ്റ് ഹൗസ് പ്രതിനിധിയെ ഉദ്ധരിച്ചുകൊണ്ട് ഫോക്സ് ന്യൂസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക എന്തായാലും ഈ പ്രതിസന്ധിയുമായിട്ട്, ഈ ആക്രമണ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരം പ്രതികരണങ്ങളിലൂടെ, പ്രസ്താവനകളിലൂടെ ട്രംപും വൈറ്റ് ഹൗസ് നേതൃത്വവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി സൗദിയിലേക്ക് പോകാം. തുടർച്ചയായ 8ാം ദിനവും സൗദിക്ക് നേരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി. ക്രൂയിസ് മിസൈലും 10 ഡ്രോണുകളുമാണ് സൗദിയിലേക്ക് എത്തിയത്. തന്ത്രപ്രധാനമായി ഷൈബ എണ്ണപ്പാടവും സൈനിക താവളങ്ങളും ലക്ഷ്യമാക്കി നടന്ന വൻ ആക്രമണ ശ്രമങ്ങളെ പ്രതിരോധ സേന വിജയകരമായി പരാജയപ്പെടുത്തിയതായി സൗദി ഭരണകൂടം അറിയിക്കുന്നു. കിഴക്കൻ പ്രവിശ്യയിലെ ഷൈബ എണ്ണപ്പാടം ലക്ഷ്യമിട്ട് 6 ഡ്രോണുകളാണ് എത്തിയത്. അൽ ഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ മിസൈൽ ആക്രമണവും സൗദി പ്രതിരോധിച്ചു. അഫ്താബ് റഹ്മാൻ അതിന്റെ വിശദാംശങ്ങൾ നൽകും. അഫ്താബിന് കിട്ടിയിട്ടില്ല. MCA തുടരുന്നുണ്ട്. MCA പിന്നിട്ട മണിക്കൂറുകളിൽ കാര്യമായ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത് സൗദി ലക്ഷ്യം വെച്ച് തന്നെയാണ്. സൗദിയിലെ അൽ ഷൈബ അടക്കമുള്ള എണ്ണപ്പാടങ്ങൾ ലക്ഷ്യം വെച്ച്. അപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രഷർ ടാക്ടിക്സിന്റെ ഒരു സ്വഭാവത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് MCA? ഇപ്പോൾ ഖത്തറിനെതിരെയുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ദുബായ്ക്കെതിരെയുള്ള ആക്രമണങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൗദിക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ കാര്യത്തിൽ കുറെ കൂടി അതിനൊരു കുറവ് കാണുന്നില്ല. അപ്പോൾ കാര്യമായും ഒരു റിട്ടാലിയേഷൻ, നേരിട്ടുള്ള റിട്ടാലിയേഷൻ ഇറാൻ നടത്തുന്നുണ്ട്. അതേസമയം
ഈ പ്രഷർ ടാക്ടിക്സിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിലെ ബേസുകൾ, അമേരിക്കൻ ബേസുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഹിറ്റ് ഒരേ സമയം തുടരുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇറാന്റെ ഈ രണ്ട് വശങ്ങളിലൂടെയുള്ള ഈ പ്രത്യാക്രമണത്തിന്റെ സ്വഭാവത്തെ എങ്ങനെ കാണണം? സൈഫുദ്ദീൻ, ഇതിൽ തുടക്കം മുതൽ തന്നെ ഇറാൻ വ്യക്തമാക്കിയത് ഈ മേഖലയിലുള്ള അമേരിക്കൻ ബേസുകൾക്കെതിരെ ആക്രമണം നടക്കുമെന്നായിരുന്നു. അത് പിന്നെയും മനസ്സിലാക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറി പിന്നീട് ഈ ആക്രമണത്തിന്റെ ദിശ പോകുന്നത് ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ, അതോടൊപ്പം തന്നെ എയർപോർട്ടുകൾക്ക് നേരെ, മറ്റ് സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ ഈ ആക്രമണം പിന്നെ മാറുന്നതാണ് ഗൾഫ് രാജ്യങ്ങളെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഇപ്പം തന്നെ നോക്കുക, ഇന്നിപ്പം സൗദി അറേബ്യക്ക് നേരെ നടന്ന പല ആക്രമണങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങൾ, കാരണം കഴിഞ്ഞ ദിവസം തന്നെ റിഫൈനറി അൽഖോബറിന്റെ റിഫൈനറി അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇറാഖിലെ ബസറക്ക് നേരെയും മിസൈൽ ആക്രമണം നടന്നു. അവിടെയും ഊർജ്ജ കേന്ദ്രത്തെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അതപ്പം മേഖലയിലെ ഈ ഊർജ്ജ കയറ്റുമതി, ഊർജ്ജ ഉൽപാദനം, അതിനെ പ്രതികൂലമായിട്ട് ഇത്തരം നീക്കങ്ങൾ ബാധിക്കും. അത് അന്തർദേശീയ തലത്തിൽ അതോടൊപ്പം തന്നെ മേഖലാ തലത്തിലും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന ഒരു തിരിച്ചറിവ് ഇറാനുണ്ട്. എന്നിട്ടും ഈ ആക്രമണം ഈ സ്വഭാവത്തിൽ തുടരുന്നത് സ്വാഭാവികമായിട്ടും ഈ അയൽ രാജ്യങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കുക എന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അതുമാത്രമല്ല, ഇപ്പം $68 നിന്നാണ് ഈ ആക്രമണം തുടങ്ങുന്ന ഘട്ടത്തിൽ ബാരലിന് വെറും $68 എണ്ണവില. ഇപ്പോൾ അത് $90 കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ ബാരലിന് $150 വരെ വില ഉയരുമെന്ന മുന്നറിയിപ്പ് കൂടി സാമ്പത്തിക വിദഗ്ധർ നൽകുന്നുണ്ട്. അതിന്റെ ദൈനംദിന ജീവിതത്തെയും വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ഏറ്റവും പിന്നെ പ്രശ്നങ്ങളിലേക്കും അത് നീളും. അത്തരമൊരു സാഹചര്യം സ്വാഭാവികമായിട്ടും അത് മേഖലയുടെ സമ്പദ്ഘടന മാത്രമല്ല, ആഗോള തലത്തിൽ തന്നെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ടാക്ടിക്കലായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ രാത്രികളിൽ, ഇന്നലെ രാത്രിയും ഇന്ന് വെളുപ്പിനും ഒക്കെ ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായത്. പക്ഷേ നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ ഖത്തർ, കുവൈത്ത്, പിന്നെ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കാര്യമായ തോതിലുള്ള ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല. പിന്നെ പക്ഷേ എല്ലാ രാജ്യങ്ങളിലെയും ആക്രമണങ്ങൾ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ അവിടുത്തെ പ്രതിരോധ മന്ത്രാലയങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, തങ്ങൾ ഇതുവരെയും ഒമാന് നേരെ ആക്രമണം നടത്തിയിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം പിന്നെ ഇറാൻ വിശദീകരിച്ചിരുന്നു. ഏതായാലും പിന്നിട്ട മണിക്കൂറുകളൊന്നും ഒമാന് നേരെയുള്ള ഒരു വിധത്തിലുള്ള ഡ്രോൺ മിസൈൽ ആക്രമണവും ഉണ്ടായിട്ടില്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യെസ്, അത് എടുത്തു കാണേണ്ട സംഗതി തന്നെയാണ്. ഒമാനെതിരെ കാര്യമായ ആക്രമണങ്ങളൊന്നും ഇതുവരെ ഇറാൻ നടത്തിയിട്ടില്ല. പക്ഷേ ഒമാന്റെ ദുഃഖം തുറമുഖത്തിന് നേരെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ, എന്ന് വെച്ചാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഉത്തരവാദികൾ ഞങ്ങളല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇറാൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും എന്താണ് മേഖലയിൽ സംഭവിക്കുന്നത് എന്നതിന്റെ പൂർണ്ണമായ ചിത്രം ഇപ്പോഴും വരുന്നില്ല. എന്ന് വെച്ചാൽ വളരെ വിശാലമായ തലത്തിലേക്ക്, എന്ന് വെച്ചാൽ വിപുലമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു യുദ്ധരീതിയാണ്